ഈ വർഷം തമിഴിൽ ഇറങ്ങിയ ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ് മാർഗൻ. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ലിയോ ജോൺ പോൾ, അഭിനയിച്ചിരിക്കുന്നത് വിജയ് ആന്റണിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്ന തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ട ഇവളുടെ ബോഡി കിട്ടുന്നതെന്ന് പറയുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടുകയാണ്. ഇവളുടെ ശരീരം മുഴുവൻ കറുപ്പിച്ച രീതിയിൽ എന്തോ ചെയ്ത് ബോഡി മുഴുവൻ കറുപ്പിച്ച രീതിയിലാണ് ബോഡി കിട്ടുന്നത്. ഈ പത്രവാർത്ത കാണുന്നത് വേറൊരു സ്ഥലത്തുള്ള നായകൻ വിജയ് ആന്റണിയുടെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അയാള് ഈ പത്രവാർത്ത കാണുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഇയാൾ വരികയാണ് ഇത് അന്വേഷിക്കാൻ വേണ്ടി. അൺഒഫീഷ്യലായിട്ടാണ് അന്വേഷിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ വിജയാനയുടെ ക്യാരക്ടറിന് ഓൾറെഡി എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഇയാളുടെ കൈയും മുഖത്തിന്റെ ഒരു ഭാഗവും ഇതുപോലെ കരിനിലിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇയാൾക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെ ഇയാൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അൺഒഫീഷ്യലായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ കൂട്ടത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുകളുണ്ട്. അതുപോലെ ഇതിന് സപ്പോർട്ടിംഗ് റോളായിട്ട് വേറൊരു ചെറുപ്പക്കാരൻ കൂടി വരുന്നുണ്ട്, ഒരു സ്വിമ്മർ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. നല്ലൊരു സിനിമ തന്നെ, നല്ലൊരു ത്രില്ലിംഗ് മൂഡിൽ പോകുന്ന എൻഗേജിങ് ആയിട്ടുള്ളൊരു വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സീരിയൽ കില്ലിങ്ങിന്റെ ഒരു പ്ലോട്ടൊക്കെ തന്നെയാണ്. ക്ലൈമാക്സ് ആണെങ്കിലും അത്രയ്ക്ക് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, മിക്കവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു യൂണിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ആക്ടിംഗ് ബേസ് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും വിജയ് ആന്റണിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പുള്ളിയുടെ ആക്ടിങ്ങോ കാര്യങ്ങളൊന്നും അല്ല, പുള്ളിയുടെ സെലക്ട് ചെയ്യുന്ന സിനിമകളുടെ ഒരു മിനിമം ഗ്യാരണ്ടി അത് ഇതിനും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ തന്നെയായിട്ട് തോന്നി. ഇങ്ങനത്തെ ത്രില്ലർ സിനിമകളെ കാണാൻ താല്പര്യം ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് കണ്ടത്.